അമ്മിണിയും കിട്ടുവും അവരുടെ 2 കോഴിക്കുട്ടികളും. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ മറക്കരുതേ, എൻ്റെ അമ്മിണിയുടെ 2 കോഴിക്കുട്ടികൾക്കും നിങ്ങൾ പേരിടണേ. പേര് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ട്ടോ. 2 കുട്ടികളും പെണ്ണാണ് ട്ടോ. ഇനി നമുക്ക് കഥയിലോട്ട് പോകാം. കഥയുടെ പേരാണ് അമ്മിണിയും കിട്ടുവും അവരുടെ 2 കോഴിക്കുട്ടികളും. അമ്മിണിയും കിട്ടുവും ഇപ്പോൾ വലുതായി. അമ്മിണി മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അമ്മിണി 2 മുട്ടയിൽ അടയിരുന്നു. അവളുടെ മുട്ട തന്നെയാണ്. അവൾ അടയിരുന്ന് 21 ദിവസമായി. ഒരു അതിശയം. ആ 2 മുട്ടകളിലും ഒരു കുഞ്ഞേ പൊട്ടലുണ്ട് ട്ടോ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കോഴിക്കുട്ടികളാവും എന്ന് തോന്നുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. ഹായ്, 2 ഭംഗിയുള്ള നല്ല കോഴിക്കുട്ടികൾ. എന്തു ഭംഗിയാ കാണാൻ അവരെ. അവരുടെ ശബ്ദം കേട്ടാൽ മതി, എന്ത് ക്യൂട്ടാ എന്നാണ് ശബ്ദം. എന്ത് രസാ കാണാൻ. അമ്മിണി അടയിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം. ആ സമയം കിട്ടുവിന് ബോറടിച്ചു. അവന് കുറേ നേരം അവിടെ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കിട്ടുവിനെ കാണാനില്ല. ഞങ്ങൾ കുറേ നേരം അവനെ തെരഞ്ഞു. അവനെ കാണാനില്ല. എനിക്ക് സങ്കടമായി. പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, കിട്ടു ഞങ്ങളുടെ 2 വീട് കഴിഞ്ഞിട്ടുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കുമ്പോൾ അവിടെ ആണ് കുറേ കോഴികൾ. അവരെ കണ്ടപ്പോൾ അമ്മിണിയെ അവനിപ്പോൾ വേണ്ട. ഞങ്ങൾ രാത്രിയാവുമ്പോൾ അവൻ വരും എന്ന് കരുതിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായി. നോക്കുമ്പോൾ അവനെ കാണാനില്ല. ഇനി നാളെ വരുള്ളൂ എന്ന് തോന്നുന്നു. അടുത്ത ദിവസമായി. ഇന്നും കാണാനില്ലേ? ഇവൻ എവിടെ പോയി? അവരുടെ ഒപ്പം ഇനി ഉണ്ടാവും. അവനൊന്നും പറ്റരുതേ. എന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. കോഴിക്കുട്ടികൾ കുറച്ച് വലിപ്പം വെച്ചു. എന്നിട്ട് നോക്കുമ്പോൾ മതിൽ നിൽക്കുന്നു. മതിലിൻ്റെ മുകളിൽ ഞാൻ നോക്കിയപ്പോൾ കൊക്കര കൊക്കോ എന്ന് വിളിച്ചു കൂവുന്നു. എനിക്ക് സന്തോഷമായി. അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷമായി എനിക്ക്. അങ്ങനെ കുറച്ച് ദിവസം അവൻ അമ്മിണീൻ്റെ സ്ഥിതിയൊക്കെ നോക്കാൻ വന്നു കേട്ടോ. ഇനി പാർട്ട് 3 വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ബൈ.